ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ രാവിലത്തെ ചായ കുടിക്കാൻ പോകാം കേട്ടോ. ഇഡ്ഡലിയാണ്. ഇന്നലത്തെ ഇഡ്ഡലി ബാക്കിയുണ്ടായിരുന്നേ. ഇഡ്ഡലി ചിക്കൻ കറിയും ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കാം. എല്ലാവരും ചായ കുടിച്ചോ? വിശക്കണുണ്ട്, ഞാൻ തിന്നാം. 10:15 സമയം. ചിക്കൻ്റെ ചാറ് മാത്രമേ ഉള്ളൂ കേട്ടോ. കഷ്ണമൊക്കെ ഞങ്ങൾ ഇന്നലെ കഴിച്ചു. കുറച്ചേ വാങ്ങാനുള്ള, വെറുതെ വെച്ചിട്ട് ബാക്കിയായി കളയണ്ടല്ലോ വെച്ചിട്ട് കുറച്ചേ വാങ്ങുള്ളൂ. അപ്പം അത് എല്ലാവരും ചാറ് ബാക്കി ഉണ്ടായപ്പോൾ പിന്നെ വെച്ച് ഇങ്ങനെ അങ്ങനെ ഭക്ഷണം അങ്ങനെ കളയാനൊന്നും ഭയങ്കര വിഷമമാണ്. അപ്പം ചൂടാക്കി കഴിച്ചാലും പ്രശ്നമൊന്നുമില്ലല്ലോ. നല്ല എരിവ് ഇന്നലത്തെ കറി, ചിക്കൻ കറിയിലുണ്ടല്ലോ, നല്ല എരിവായിപ്പോയി. അത് സാധാരണ വാങ്ങുന്ന ഇത് ചിക്കൻ മസാല വാങ്ങാൻ വേണ്ടി പറഞ്ഞത് ഞാനവിടെ. അപ്പോൾ ഒരു ചിക്കൻ വാങ്ങുന്ന സ്ഥലത്ത് നിന്ന് തന്നെ ചിക്കൻ മസാല കിട്ടിയെന്നാണ്. അപ്പോൾ കണ്ടപ്പോൾ ഞാൻ സാധാരണ ആച്ചി എന്ന് പറഞ്ഞ അതാണ് വാങ്ങുന്നത്. ഇവിടെയുള്ള നല്ല ടേസ്റ്റ് ഉണ്ടാവും അത്. അപ്പോൾ നോക്കുമ്പോൾ ഒരു വേറെ ഇതേനെ കൊണ്ടുവന്ന് ഞാനുണ്ടാക്കി അത് മുഴുവനും ഇതിൽ ഉപയോഗിച്ച്. അപ്പോൾ ഉച്ചക്ക് ചോറുന്നുമ്പോഴും ഒക്കെ ഇങ്ങനെ എരിവലിച്ചിട്ട് ഭയങ്കര എരിവായിട്ട് അങ്ങനെ പറയണ്ടേനി. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇത് മാറ്റി വാങ്ങിക്കൊണ്ടെന്നെ കൊണ്ട് ലാച്ചിയാണെന്നുണ്ടെങ്കിൽ അധികം എരിവ് ഉണ്ടാവില്ലേ. ഞാൻ അതിനനുസരിച്ചുള്ള എരിവാണ് ഇട്ടത്. നോക്കുമ്പം അങ്ങനൊരു സംഭവം പറ്റിപ്പോയിരുന്നല്ലേ. സാരില്ല, അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പം കുറച്ച് എരിവ് കുറച്ചേക്കാൻ വേണ്ടി പറഞ്ഞു, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ നല്ല എരിവൊക്കെ ആയപ്പോഴേ ഇവിടുത്തെ ചൂടും എരിവും എല്ലാം കൂടി ആകുമ്പോൾ നല്ല വിറ്റായിരിക്കുക. ഇവിടെ ഇപ്പോൾ 7 മണിക്ക് തുടങ്ങിക്കണ വെയിലിൻ്റെ ഉതിപ്പ് എൻ്റെ മുഖത്തേക്ക് കാണാൻ. ശരിക്കും ഇവിടെ അടുക്കള ഭാഗത്തുള്ള ജനലിൻ്റെ അടുത്ത് ഇരുന്നിട്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ വെയിലിൻ്റെ ഉതിപ്പാണ് ഇങ്ങോട്ടേക്ക് കാണുന്നത്. അപ്പോൾ മഴ കാണാൻ ആഗ്രഹിച്ച് നിൽക്കുക. മഴയൊന്നുമില്ല ഗൈസ് ഇവിടെ. അവിടെ മഴയായിരിക്കും ചിലപ്പം, കോഴിക്കോടൊക്കെ, കേരളത്തിലൊക്കെ. അപ്പം ഏട്ടങ്ങനെ പറയുന്നുണ്ട്, ഒരാഴ്ച ലീവ് എടുത്തിട്ട് നാട്ടിൽ പോയി നിൽക്കാമെന്ന്.
നാട്ടിലത്തെ കൊയിലാണ്ടിലത്തെ ആ വീടും അവിടുത്തെ അങ്ങോട്ട് പോണ വഴികളും ഒക്കെ എനിക്ക് എന്തൊരു ഇഷ്ടമാണെന്നറിയാം. ഭയങ്കര ഒരു ഭംഗിയുള്ള സ്ഥലമാണ് ഏട്ടൻ്റെ വീട്. അങ്ങനെ അങ്ങോട്ടേക്ക് പോണ വഴിക്കൊക്കെ ഭയങ്കര ഒരു നല്ല സ്ഥലങ്ങളാണത്. അപ്പം ഏട്ടൻ ഇങ്ങനെ ചിലപ്പം ഓരോരുത്തരോടും ഇങ്ങനെ വിളിച്ച് പറയും. അതായത് കുടുംബത്തിലുള്ള ഓരോരുത്തർ വിളിക്കുമല്ലോ ലീവുള്ള ദിവസമൊക്കെ. അപ്പോൾ വിളിക്കുമ്പോൾ പറയും ഇങ്ങനെ, ഞാൻ വരുന്നുണ്ട് കേട്ടോ, അടുത്ത മാസം വരുന്നുണ്ട്. ദുബായിൽ നിന്നായിട്ട് വരുന്ന പോലെയാണ് പറയാം. സംഭവം ശരിയാട്ടോ, ഞങ്ങൾ ദുബായിൽ നിന്ന് ചെല്ലുന്ന പോലെയുള്ളൊരു ഫീലിങ്ങൊക്കെ. എല്ലാവരും ഞങ്ങളോട് നല്ല സ്നേഹത്തിലാണ്. എവിടെ പോയാലും ഭയങ്കര ഒരു സ്വീകരണം ഇതൊക്കെയാണ്. ഞങ്ങൾ 2 മാസം 3 മാസമൊക്കെ കൂടുമ്പോൾ പോവുമല്ലോ. അപ്പം നല്ലൊരു സ്നേഹത്തിൻ്റെ ഒരു കൂട്ടായ്മ ഉണ്ട് അവിടെ നാട്ടിൽ. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് വേഗം പോകാനുള്ളൊരു മനസ്സാണ് ഉണ്ടാകുന്നത്. എന്താണെന്നറിയില്ല, ദൈവത്തിൻ്റെ അടുത്താണല്ലോ എല്ലാ കളികളും. ഏട്ടന് ശരിക്കും ഈ മാസം റിട്ടയർഡ് ആവേണ്ടതായിരുന്നു. അത് എല്ലാം കൂടി 2 കൊല്ലം കൂടി കൂടുതൽ കിട്ടിയിരിക്കണേ. ജോലി 2 കൊല്ലം കൂടി കിട്ടുന്നതൊക്കെ നല്ലത് തന്നെ. പക്ഷേ എന്ത് ചെയ്യാനാ, ഇവിടുത്തെ കാലാവസ്ഥ ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ഇതാവുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ അടുത്തൊരു തീരുമാനമുണ്ട്, ഞങ്ങൾ എത്ര സമയം വരെ ഇവിടെ നിൽക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ പറയും, ഇങ്ങനെ കടം വീട്ടാനുള്ള പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞാൻ എന്താ പറയുക, റിട്ടയർമെൻറ്റ് മുന്നേ എന്തോ പറയില്ല, അത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിന്. അതായത് ജോലി വേണ്ടാന്ന് വെക്കുന്നുള്ളത്. അപ്പം എനിക്കതിനോട് താല്പര്യമുണ്ടോ ചോദിച്ചാൽ താല്പര്യമില്ല. എന്നാലും ഇങ്ങനത്തെ കാലാവസ്ഥയൊക്കെ ഇതാവുമ്പം വിചാരിക്കും നാട്ടിൽ പോയി കുത്തിരിക്കുകയായിരുന്നു, എല്ലാ പൈസയും കിട്ടി, പെൻഷനും കിട്ടിയിട്ട് അവിടെ ഇരിക്കുക, അങ്ങനെ വിചാരിക്കുക. നോക്കുക എന്താ ദൈവത്തിൻ്റെ തീരുമാനം എന്നുള്ളത് അറിയില്ലല്ലോ. എല്ലാം ദൈവത്തിൽ അർപ്പിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാത്തിനും ഒരു നല്ല നല്ല പോംവഴികൾ ദൈവം കാണിച്ചു തരുന്നുള്ള വിശ്വാസം ഉണ്ടല്ലോ, അതാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു ഇത്. അങ്ങനെ ദൈവത്തിനെ വിശ്വസിച്ചതിനെ കൊണ്ടല്ലേ അപ്പം അങ്ങനെ ജീവിക്കാൻ പറ്റിയത്. അതെനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോയതിനെ കൊണ്ട് ഞാൻ ആരോടും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. ഇന്നെ എല്ലാവരും ദ്രോഹിച്ചിട്ടുള്ളൂ, ഇന്നെ എല്ലാവരും സങ്കടപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പം ഞാൻ ആരും ദ്രോഹിക്കാനോ സങ്കടപ്പെടുത്താനോ പോയിട്ടില്ല. കഴിയുന്നതും അവനവൻ്റെ സങ്കടങ്ങൾ മനസ്സിലൊതുക്കിയിട്ട്, അതായത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ കരഞ്ഞ് സങ്കടങ്ങൾ തീർത്ത് ജീവിച്ച് മുന്നോട്ട് പോയാലാണ്. അതുകൊണ്ടായിരിക്കും ചിലപ്പം ദൈവത്തിൻ്റെ അടുത്ത് നിന്നുള്ള ഒരു തീരുമാനം ഇങ്ങനെ ഒരു മനസ്സമാധാനത്തിലോട് ജീവിക്കട്ടെ വിചാരിച്ചിട്ട് ഈ ജീവിതം എനിക്ക് കിട്ടിയത്. അത് ഞാൻ വളരെ ഹാപ്പിയാണ്. എനിക്ക് തുറന്ന് പറയുന്നതിൽ എനിക്കൊരു മടിയില്ല. കാരണം കുറേ എന്താ പറയുക, അഹംഭാവം കാട്ടിയിട്ടോ ഞാനെന്ന ഭാവം കാട്ടിയിട്ടോ ഒന്നും നമ്മൾ എവിടെയും എത്തൂല. എന്നേക്ക് നമുക്കൊരു ശ്വാസം നലിച്ചു പോയാൽ മണ്ണിൻ്റെ അടിയിൽ പോകേണ്ട ആൾക്കാരല്ലേ നമ്മളെല്ലാവരും എല്ലാം. അപ്പോൾ അഹംഭാവം ഇല്ലാണ്ട് ജീവിക്കാം. നമുക്ക് ഇന്നത്തെ ജീവിതം എങ്ങനെയാണോ അത് ദൈവം ഇന്നത്തെ ഭക്ഷണം കഴിക്കാൻ തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഫോണിലൊക്കെ ഓരോന്ന് കണ്ടിട്ട് തന്നെയാണ് കേട്ടോ ഞാനത് ഇങ്ങനെ ട്രൈ ചെയ്യുന്നത്. ദൈവത്തിനോട് നന്ദി പറയാം. നമുക്ക് എന്ത് ഒരു സംഗതി കിട്ടിയാലും രാവിലെ ഉറങ്ങി എണീറ്റാലും ഞാൻ നന്ദി പറയുന്നുണ്ട്. ദൈവത്തിനോടും പ്രപഞ്ചത്തിനോടും നന്ദി പറഞ്ഞിട്ട് ഞാൻ ജീവിതം ഇന്നത്തെ ദിവസം തുടങ്ങുന്നത്. അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാവരുടെയും സഹകരണം ഉണ്ടായിട്ട് എൻ്റെ വീഡിയോ നോക്കുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്ന. കമൻറ്റ് ബോക്സ് ഞാൻ അടച്ചിട്ടതാണ് കേട്ടോ, അതുകൊണ്ടാണ് കമൻറ്റ് എനിക്ക് കാണൂലല്ലോ. വേണ്ട, കമൻറ്റ് വേണ്ട, അല്ലാതെ തന്നെ എനിക്ക് എല്ലാവരുടെയും സ്നേഹം കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാനിത് തുടങ്ങിയിട്ടുള്ളത്. അപ്പം
അങ്ങനെ അപ്പോൾ ഇന്നത്തെ ഭക്ഷണം കഴിച്ച് തീരാനായിട്ട് വെച്ചാൽ ഒരു ഇഡ്ഡലിയും കൂടി ഉണ്ടാവില്ല, അതുകൊണ്ട് ചിലപ്പം തട്ടും. നല്ല വിശപ്പുണ്ട്. അപ്പം ഇനി വേറൊരു വീഡിയോ മനസ്സിൽ ഏതൊക്കെയാണ് എന്ത് രീതിയിലാണ് എടുക്കേണ്ടതെന്നൊക്കെ ആലോചിച്ചിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.